പറയുന്നു 10 തലമുറ കഴിഞ്ഞാൽ അവനെന്താ പറയുക, ഏയ് കുരൂരമ്മയില്ല, മഞ്ജുളിയില്ല, ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റാച്ചു അല്ലേ, പൂന്താനത്തിൻ്റെയും കുരൂരമ്മയുടെ ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ പറയും അതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്കറിയാം ഉണ്ടായിരുന്നു, 400 കൊല്ലമായിട്ടേ ഉള്ളൂ അവരൊക്കെ ഇവിടുന്ന് പോയിട്ട്. അല്ലയോ ഭക്തവത്സല, ശേഷശൈലിയിരുന്നവനും ദിവ്യാഭരണങ്ങളും ദിവ്യ വസ്ത്രങ്ങളും ധരിച്ച് പുത്തൻ കാർമേഘവർണ്ണത്തിൻ്റെ നിറത്തോടു കൂടിയവനും ലക്ഷ്മീദേവി കളിയാടുന്ന വക്ഷസ്ഥലത്തോടു കൂടിയവനും അല്ലേ, അതേമാതിരി ഭൃഗു ചവിട്ടിയ ആ കൗസ്തുഭം എന്നുള്ള ശ്രീവത്സം എന്ന ആ ചിഹ്നത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഭൃഗു ചവിട്ടി ഭഗവാനെ എന്ത് പരിശീലിക്കാൻ, ആർക്കാണ് കൂടുതൽ ക്ഷമയുണ്ടെന്ന് പരിശോധിക്കാൻ. അച്ഛൻ ബ്രഹ്മാവിനെ പരീക്ഷിച്ചു, തോറ്റു. ഏട്ടനായ പരമേശ്വരനെയും അടുത്തുപോയി, രണ്ടാളും തോറ്റു. കാരണം ദേഷ്യം വന്നിട്ട് അവരൊക്കെ ഭൃഗുവിനെ അടിക്കാൻ ഓങ്ങി. അതുകൊണ്ട് ഭൃഗു പോയി. പിന്നെ ഉള്ളതാണ് നമ്മുടെ സാക്ഷാൽ ക്ഷമവാനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ. എത്ര അടി ചവിട്ടിയാലും കുത്തിയാലും കൊണ്ടുകൊണ്ട് നിൽക്കുന്നവൻ. അവിടെയാണ് ഭഗവാനെ ചവിട്ടി. അദ്ദേഹം ചവിട്ടിയപ്പോൾ ഭഗവാൻ വേഗം ഓടി വന്ന് നമസ്കരിച്ചു ഭൃഗുവിനെ. നോക്കൂ, നമുക്കാണെങ്കിൽ ദേഷ്യം പിടിക്കില്ലേ? അപ്പോഴാണ് ഭൃഗു മനസ്സിലാക്കിയത് ലോകത്തിൽ വെച്ച് ക്ഷമവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ചവിട്ടിയ അടയാളാണ് ശ്രീവത്സം എന്ന മറു. ഇപ്പോഴും ഭഗവാന്റെ ഉള്ളിൽ ഭക്തവാത്സല്യം തവ ഭക്തർക്ക് കാട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നു. കുപ്പായൊന്നുമില്ല ഭഗവാന്. ആ വക്ഷസ്ഥലം മുഴുവനും ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങൾ കൊണ്ടങ്ങോട്ട് പൊതിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കാണാം ശ്രീവത്സം അല്ലേ, അത് കൂടി നോക്കിയാൽ കാണാം ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാൻ കൂടിയിരിക്കുന്നവനും അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ അർജുനൻ കാണുക ചെയ്യുന്നത്. താൻ ഇതുവരെ കൃഷ്ണവൻ കണ്ടിട്ടില്ല വൈകുണ്ഠനാഥനെ, ഭഗവാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം കണ്ടുവച്ചു. ആ സമയത്ത് ഭഗവാനെ നമസ്കരിച്ചു. അവർ രണ്ടാളും, കൃഷ്ണനെ നമസ്കരിച്ചു, അർജുനൻ നമസ്കരിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ്റെ 10 കുട്ടികളെ ഞാൻ കട്ടുകൊണ്ടുവന്നത്. ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾ രണ്ടാളും നരനാരായണന്മാരാണ്. ഭാഗ്യമല്ലേ അർജുനൻ്റെ? നമുക്കൊക്കെ അങ്ങനെ ചെറിയൊരു ഭാഗ്യം കിട്ടിയാൽ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴേക്കും അർജുനൻ്റെ സന്തോഷം അറിയിക്കാൻ വയ്യ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് വിഷ്ണു എന്ന് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ഇതാ 10 കുട്ടികളെയും കൊണ്ടുപോയിക്കോളൂ. ആ കുട്ടികളെ കൊണ്ടുപോയിട്ട് അസാധു ബ്രാഹ്മണന് കൊടുത്തോളൂ. നേരെ കുട്ടികളെ 10 ആളും കുടുകുടുകുടുങ്ങനെയുള്ള തൊടുത്ത സുന്ദരന്മാരായ 10 കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് നേരെ ആകാശമാർഗത്തിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി. അവിടെ ബ്രാഹ്മണോത്തമൻ കരഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ കുട്ടികളുടെ കളി ചെറിയൊക്കെ കാണുന്നുണ്ട്. നേരെ വന്നു കുട്ടികളെ കൊടുത്തപ്പോഴേക്കും ബ്രാഹ്മണനുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ബ്രാഹ്മണൻ കുട്ടികളെ കെട്ടിപ്പിടിച്ചു, ബ്രാഹ്മണൻ ഉമ്മ വെച്ചു. എത്ര നേരമാണ് ആ കുട്ടികളെ താലോലിച്ചത്. പോയി ഇല്ല, ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച 10 കുട്ടികളെയും തിരിച്ചെത്തി. അപ്പോൾ ഭഗവാന് കഴിവില്ലേ അല്ലേ? മരിച്ചവരെ ജീവിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല. ഇനി അഥവാ ഇതൊക്കെ കൊടുത്ത് കൃത്രിമമായ ശ്വാസോച്ഛ്വാസം കൊടുത്തിട്ട് വേണമെങ്കിൽ അല്ലേ കുറച്ച് ദിവസം കിട്ടുമോ, ഒരു 4 മണിക്കൂർ ഇങ്ങനെ ഞെക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് കുറച്ച് നേരത്തേക്ക് ശ്വാസം കിട്ടിയേക്കാം. അല്ലാതെ ഒരു ഡോക്ടർമാർക്കും ഒരു വിഷഗ്വരന്മാർക്കും ഭഗവാനെ പോലെ ചെയ്യാൻ കഴിയുമോ? 10 കുട്ടികളെയാണ് ഭഗവാൻ കൊടുക്കണത്. അതോടുകൂടി ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ ഓടി വന്ന് അർജുനനെ കെട്ടിപ്പിടിച്ച് പറയാം, അർജുനൻ മാനവീര വിജയാ മഹാമതേ, ധന്യനത്രേ ഭവാനില്ലോരു സംശയം, ചാബല്യമോരോന്ന് ദുഃഖേന ഞാൻ ചൊന്ന കോപകാഠിന്യമൊക്കെ ക്ഷമിക്കണം. ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. കാരണം എൻ്റെ മക്കളെ കിട്ടായിട്ടുള്ള ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ 10 കുട്ടികളെ എനിക്ക് കിട്ടി. ആരെയും അടുത്ത് ഉമ്മാക്കിയിട്ടുണ്ടത്? 10 ആളും കൂടി ഇങ്ങനെ ഓടിച്ചാടി കളിക്കുക, തുടുതുടുത്താലാണ് 10 മക്കൾ. അവരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സുമായി ഞാൻ അറിയാതെ എന്തൊക്കെയോ തെറ്റുകൾ അവിടത്തോട് ഞാൻ പറഞ്ഞു. അതൊക്കെ ക്ഷമിക്കണേ അർജുന പറഞ്ഞു. അർജുനൻ പറഞ്ഞു, സാരമില്ല, മക്കളെ കാണാൻ ഞാൻ എല്ലാവർക്കും ദുഃഖം തന്നെയാണല്ലേ. പ്രസവിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ദുഃഖം തന്നെയാണ്. ആ ദുഃഖം പോവണമെങ്കിലാണ് ഗുരുവായൂരപ്പനെ വിളിക്കേണ്ടത്. പൂന്താനം ദുഃഖം പോവാൻ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു. തനിക്ക് കിട്ടിയ കുട്ടി അകാല മരണം പ്രാപിച്ചു. പൂന്താനത്തിൻ്റെ എവിടെ നടന്ന സംഭവമാണ്. ഇല്ലത്ത് മരിച്ചു. കുറേ കാലം ഭ്രാന്തനായി. പിന്നെ അദ്ദേഹം ഭഗവാൻ തന്നെയാണ് എൻ്റെ കുട്ടി എന്ന നിലയിൽ അദ്ദേഹം നടക്കാം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണമോ നമുക്കൂ മക്കളായി. അങ്ങനെ ഭഗവാനെ
പ്രാർത്ഥിച്ചു. എല്ലാവരും ഭഗവാനെ തൊഴാൻ തുടങ്ങി. സർവ്വജനങ്ങളും ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഈ കലിയുഗമാണ് പറയാനില്ല. ഒറ്റ മണിക്കൂറേ എനിക്ക് തന്നിട്ടുള്ളൂ. 2-3 മണിക്കൂർ തീർത്താൽ തീരാത്ത. അതുകൊണ്ട് എന്ത് വേണം? ഈ കലിയുഗത്തിൽ നല്ലവണ്ണം മനസ്സിലാക്കി നിമിഷം മാത്രമേ ഉള്ളൂ. ജനനം മരണം ജനനം ഒക്കെ നിഷ്പ്രയാസം നടന്നുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഈയാമ്പാറ്റകളെ പോലെയുള്ള നമ്മുടെ ജന്മത്തെ സബലീകരിച്ച് സർവേശ്വരനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് അർപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അസുലഭ നിമിഷം തന്ന ആ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിടവാങ്ങുന്നു.